ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 4-ാം തീയതി മാർഗശീർഷ മാസത്തിലെ പൗർണമി തിഥി. ആ ദിവസം നമ്മൾ ദത്താത്രേയ ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആരാണ് ദത്താത്രേയ ഭഗവാൻ? ദത്താത്രേയ ഭഗവാനെ പറ്റി മഹാഭാരതത്തിലും ഭാഗവതത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലുമൊക്കെ വിസ്തരിച്ചു തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അദ്ദേഹം ആദിഗുരുവാണ്. അദ്ദേഹത്തിന് 3 തലകളും 6 കൈകളുമുണ്ട്. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ആദിഗുരുവായ അദ്ദേഹം ഒരു അവധൂതനെ പോലെ ലോകം ചുറ്റി സഞ്ചരിക്കുകയും ജനങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. കലിയുഗത്തിൽ ദത്താത്രേയ ഭഗവാന്റെ അവതാരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സായിബാബ. ശ്രുതിയിലെ സായിബാബ ദത്താത്രേയ ഭഗവാന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ദത്താത്രേയ ഭഗവാന്റെ അവതാര കഥ ഒന്ന് കേൾക്കാം. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഈ കഥ അവസാനം വരെ കേൾക്കണം. പണ്ട് നാരദ മഹർഷിക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. ത്രിദേവികളുടെ ആ പാതിവൃത്യം ഒന്ന് പരീക്ഷിക്കണമെന്ന്. അതിനായിട്ട് അദ്ദേഹം ആദ്യം സത്യലോകത്തിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് സരസ്വതി ദേവിയോട് പറയുകയാണ്, അല്ലയോ ദേവി, എനിക്ക് നന്നായി വിശക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു വ്രതത്തിലാണ്. ഈ വെള്ളാരം കല്ലുകൾ പുഴുങ്ങിയാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പതിവ്രതകളായ സ്ത്രീകൾ പുഴുങ്ങിയാൽ മാത്രമേ ഈ കല്ലുകൾ വേവുകയുള്ളൂ. അതുകൊണ്ട് അല്ലയോ ദേവി, അവിടുന്ന് ഇതെനിക്കൊന്ന് പുഴുങ്ങിത്തരണം, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കല്ലുകൾ സരസ്വതി ദേവിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. ദേവി അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഈ കല്ലൊക്കെ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങാനായിട്ട് തുടങ്ങുന്നു. കുറേയേറെ സമയം പുഴുങ്ങിയിട്ടും ഈ കല്ലുകൾ വെന്തില്ല. അതോടുകൂടി ക്ഷമ നശിച്ചിട്ട് സരസ്വതി ദേവി നാരദരോട് വന്നിട്ട് പറയുകയാണ്, അല്ലയോ നാരദമുനി, ആരെങ്കിലും കല്ല് വെള്ളത്തിലിട്ട് പുഴുങ്ങുമോ? അങ്ങനെ പുഴുങ്ങിയാൽ തന്നെ ഈ കല്ല് വേവുമോ? അവിടുന്ന് എന്നെ കളിയാക്കിയതാണല്ലേ, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കല്ലുകളെല്ലാം തിരിച്ച് കൊടുക്കുന്നു. നാരദര് ഈ കല്ലും മേടിച്ചുകൊണ്ട് നേരെ കൈലാസത്തിലേക്ക് പോകുന്നു. ഇതേ കാര്യം അവിടെയും ആവർത്തിക്കുന്നു. പാർവതി ദേവിക്കും കല്ലുകൾ പുഴുങ്ങാനായിട്ട് സാധിച്ചില്ല. അവസാനം ആ കല്ലുകൾ മേടിച്ചുകൊണ്ട് നാരദ മഹർഷി വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. വൈകുണ്ഠത്തിൽ ചെന്നിട്ട് മഹാലക്ഷ്മിയെ കാണുന്നു. എന്നിട്ട് ഇതേ കാര്യം ആവർത്തിക്കുന്നു. ലക്ഷ്മി ദേവിക്കും കല്ലുകൾ പുഴുങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ കല്ലും മേടിച്ചുകൊണ്ട് നാരദ മഹർഷി അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവി. അനസൂയാദേവിയുടെ കൈകളിൽ കൊണ്ടുചെന്ന് ഈ കല്ലുകൾ കൊടുത്തിട്ട്, വിശക്കുന്നു, അവിടുന്ന് എനിക്കിതൊന്ന് പുഴുങ്ങിത്തരണം എന്ന് പറയുന്നു. അനസൂയാദേവി സന്തോഷത്തോടുകൂടി ആ കല്ലുകൾ മേടിക്കുകയും ദേവി അത് പുഴുങ്ങി കൊടുക്കുകയും ചെയ്യുന്നു. ദേവി പുഴുങ്ങിയപ്പോൾ, അതായത് അനസൂയാദേവി ഈ കല്ലുകൾ പുഴുങ്ങിയപ്പോൾ ചേനക്കഷ്ണങ്ങൾ വേവുന്നത് പോലെ ഈ കല്ലുകൾ വെന്തു. ഉടൻ തന്നെ നാരദ മഹർഷിക്ക് വളരെ സന്തോഷമാവുകയും നാരദ മഹർഷി ഈ കാര്യം, അതായത് നിങ്ങൾ 3 ദേവിമാർക്കും സാധിക്കാത്ത കാര്യം അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയയ്ക്ക് സാധിച്ചു എന്ന് ഈ 3 ഭഗവതിമാരോടും പറയുന്നു. അതോടുകൂടി ഈ ദേവിമാർക്ക് അല്പം അസൂയ ഉണ്ടാകുന്നു അനസൂയയോട്. ഈ വിവരം അവർ 3 ദേവന്മാരോട് പറയുന്നു. അതായത് ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും മഹേശ്വരനോടും അനസൂയാദേവിയുടെ പാതിവൃത്യത്തെപ്പറ്റി പറയുന്നു. ഉടൻ തന്നെ ഇവർ 3 പേരും കൂടി തീരുമാനിക്കുന്നു, അനസൂയാദേവിയുടെ ആ പാതിവൃത്യം ഒന്ന് പരീക്ഷിക്കണമെന്ന്. അങ്ങനെ ചിന്തിച്ചിട്ട്
ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹേശ്വരനും 3 യുവ സന്യാസിമാരുടെ, അതായത് ചെറുപ്പക്കാരായ സന്യാസിമാരുടെ വേഷം ധരിക്കുകയും അത്രി മഹർഷി ഇല്ലാത്ത അവസരത്തിൽ അനസൂയാദേവിയുടെ ആ ആശ്രമത്തിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് 3 പേരും കൂടി ഭിക്ഷ യാചിക്കുന്നു. ഭിക്ഷ കൊടുക്കാനായിട്ട് അനസൂയാദേവി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ അനസൂയാദേവിയുടെ കൂടെ ഈ 3 യുവ സന്യാസിമാരും അകത്തേക്ക് കടക്കുന്നു. അനസൂയാദേവിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അതായത് ആരെങ്കിലും വന്ന് കണ്ടാൽ 3 ചെറുപ്പക്കാർ മുറിയിൽ, മറ്റാരുമില്ല, അനസൂയാദേവി മാത്രം. ഭർത്താവ് അവിടെ ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും അപവാദം പറയുമോ എന്നുള്ള ഒരു പേടി അനസൂയാദേവിക്ക് അപ്പോൾ തന്നെ തോന്നി. ഉടൻ തന്നെ ഈ 3 യുവ സന്യാസിമാരും കൂടി പറയുകയാണ്, ഞങ്ങൾക്കൊരു വ്രതമുണ്ട്. ഭിക്ഷ ഞങ്ങൾ മേടിക്കുന്നത് ഞങ്ങൾ പൂർണ്ണ നഗ്നരായി നിന്നുകൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ വ്രതം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് എന്ന് അനസൂയാദേവിയോട് പറയുന്നു. അപ്പോൾ തന്നെ അനസൂയാദേവിക്ക് അതിലൊരു പന്തികേട് തോന്നുകയും തൻ്റെ പാതിവൃത്യ ശക്തി കൊണ്ട് ഇവരാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ഇതൊരു ചതിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അനസൂയാദേവി ഒരു കമണ്ടലു എടുക്കുകയും ആ കമണ്ടലുവിലെ ജലം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 സന്യാസിമാരുടെയും ശരീരത്തിലേക്ക് തളിക്കുന്നു. ഇവർ 3 പേരും ശിശുക്കളായി തീരട്ടെ എന്ന് ധ്യാനിച്ചുകൊണ്ടാണ് ആ ജലം അനസൂയ അവരുടെ ശരീരത്തിലേക്ക് തളിച്ചത്. പെട്ടെന്ന് തന്നെ ത്രിമൂർത്തികൾ 3 പേരും 3 ശിശുക്കളുടെ രൂപം പ്രാപിക്കുകയും നിലത്തുകിടന്ന് കൈയും കാലുമൊക്കെ തല്ലി കരയുവാനും തുടങ്ങി. അനസൂയാദേവി 3 തൊട്ടിലുകൾ കിട്ടുകയും കുഞ്ഞുങ്ങളെ അതിൽ താരാട്ട് പാടി കരച്ചിലകറ്റുവാനായി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അനസൂയാദേവി ആ 3 കുഞ്ഞുങ്ങളെയും തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായി അങ്ങനെ താലോലിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം അത്രി മഹർഷി തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുകയും നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അനസൂയാദേവി അത്രി മഹർഷിയോട് പറയുകയും ചെയ്തു. അത്രി മഹർഷി ഈ 3 കുഞ്ഞുങ്ങളെയും തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായി കരുതുകയും അവർക്ക് ജാതകർമ്മം ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് നാരദ മഹർഷി സത്യലോകത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ ബ്രഹ്മദേവനെ കാണുന്നില്ല. അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അവിടെ നാരായണനുമില്ല. അദ്ദേഹം കൈലാസത്തിലേക്ക് പോകുന്നു. അവിടെ മഹേശ്വരനുമില്ല. ഇവർ 3 പേരും എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഇവർ 3 പേരും അത്രി മഹർഷിയുടെ ആശ്രമത്തിലുണ്ട് എന്ന് മനസ്സിലാവുകയും അദ്ദേഹം അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ നാരദനെ കണ്ടതും ആ 3 കുഞ്ഞുങ്ങളും കൂടി വിളിച്ചു പറയുകയാണ്, നാരദ, അനസൂയയുടെ പാതിവൃത്യത്തിന് ഞങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വിളിച്ച് പറയുന്നു. അത് കേട്ടതും ബ്രഹ്മദേവന്റെ പുത്രനായ നാരദൻ തൊട്ടിലുകളിൽ ശയിക്കുന്ന ആ ത്രിമൂർത്തികളെ തൊഴുത് വന്ദിക്കുകയും എല്ലാ കാര്യങ്ങളും അത്രി മഹർഷിയോടും ഭാര്യയായ അനസൂയയോടും പറയുന്നു. ത്രിമൂർത്തികളെ സ്വതന്ത്രരാക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ നാരദ മഹർഷിയുടെ അപേക്ഷ സ്വീകരിച്ചിട്ട് അനസൂയാദേവി തൊട്ടിലിൽ കിടന്ന് കളിക്കുന്ന ആ 3 കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് വീണ്ടും ദിവ്യജലം തളിക്കുന്നു. അതോടുകൂടി ആ 3 പേരും അവരുടെ സ്വശരീരങ്ങളിലേക്ക് തിരിച്ച് പോകുന്നു. പക്ഷേ ആ 3 പേരുടെയും ജാതകർമ്മം അത്രി മഹർഷി ചെയ്തതുകൊണ്ട് അവരുടെ ആ ബാലരൂപം അവിടെ അവശേഷിക്കുകയും ചെയ്തു. ധാരാളം വരങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ നൽകിയതിനു ശേഷം ആ സമയം അവിടെ എത്തിച്ചേർന്നിരുന്ന ത്രിദേവികളുടെ കൂടെ 3 ദേവന്മാരും ത്രിമൂർത്തികളും അവരവരുടെ വാസ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ 3 പുത്രന്മാർ, ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ അവരുടെ അംശമായ 3 പുത്രന്മാർ അനസൂയാദേവിക്കും അത്രി മഹർഷിക്കും ഉണ്ടാകുന്നു. ഭഗവാൻ
നാരായണൻ്റെ അംശം കൊണ്ടുണ്ടായ പുത്രന് ദത്തൻ എന്നും, ബ്രഹ്മാവിൻ്റെ അംശം കൊണ്ടുള്ള കുട്ടിക്ക് സോമൻ എന്നും, മഹേശ്വരൻ്റെ അംശം കൊണ്ടുണ്ടായ കുട്ടിക്ക് ദുർവാസാവ് എന്നും നാമകരണം ചെയ്യപ്പെട്ടു. അത്രി മഹർഷിയുടെ പുത്രൻ എന്ന നിലയിൽ ദത്തന് ദത്താത്രേയൻ എന്ന നാമം കൂടി സിദ്ധിച്ചു. നീ ആരോട് പിണങ്ങിയാലും അവൻ്റെ പുണ്യത്തിൻ്റെയോ തപോബലത്തിൻ്റെയോ പകുതി നിനക്ക് ലഭിക്കും എന്ന് മഹേശ്വരൻ ദുർവാസാവിനെ അനുഗ്രഹിക്കുന്നു. അതോടുകൂടിയാണ് ദുർവാസാവ് വലിയ കോപിഷ്ഠനും എല്ലാവരോടും എപ്പോഴും പിണങ്ങുന്നവനും ആയി തീർന്നത്. അദ്ദേഹം ഇങ്ങനെ കോപിഷ്ഠനായി അഭിനയിക്കുകയാണ്, പിണങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ തപോബലം അല്ലെങ്കിൽ പുണ്യത്തിൻ്റെ ആ ഒരു പകുതി ഫലം കൂടി തനിക്ക് ലഭിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും പിണങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ദത്താത്രേയ ഭഗവാൻ. യഥാർത്ഥത്തിൽ ഈ 3 പേരുടെയും ജനനത്തിന് കാരണക്കാരൻ നാരദ മഹർഷിയാണ്. ഈ കലിയുഗത്തിൽ ദത്താത്രേയ മഹർഷിയുടെ അവതാരങ്ങൾ ധാരാളമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആദി ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അവധൂതനെ പോലെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ജ്ഞാനം മനുഷ്യർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ദത്താത്രേയ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ജ്ഞാനങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. സകല സമ്പത്തുകളും നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് പണം മാത്രമല്ല സമ്പത്ത്, അറിവ് സമ്പത്താണ്, പേരും പ്രശസ്തിയും സമ്പത്താണ്. അത് നല്ല പേരുകളായിരിക്കണം, ചീത്തപ്പേരുണ്ടായിട്ട് കാര്യമില്ല. സന്താനങ്ങൾ ഉണ്ടാകണം, ധനധാന്യ സമൃദ്ധി ഉണ്ടാകണം, ആരോഗ്യമുണ്ടാകണം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന സാക്ഷാൽ സ്വാമിയാണ് ദത്താത്രേയ സ്വാമി. ആ സ്വാമിയുടെ ജയന്തി ദിവസമാണ് മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം. ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഓം ദത്താത്രേയ നമഃ എന്ന് 108 തവണയോ 1008 തവണയോ ജപിക്കുക. ഭാഗവതത്തിലും മഹാഭാരതത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലുമൊക്കെ ദത്താത്രേയ മഹർഷിയെപ്പറ്റി വിസ്തരിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം ദത്താത്രേയ ജയന്തി മാത്രമല്ല, മറ്റു ചില പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കൂടിയുണ്ട്. ആ വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കണം. എല്ലാവരും ആ കഥ കൂടി കേട്ട് പ്രാർത്ഥിക്കണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.